വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മലയാറ്റൂർ പോവാണ് ഗൈസ്. യെസ്, ഞങ്ങൾ എല്ലാവരും മലയാറ്റൂർ പോവാണ്. ആണോ? അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഫോർച്യൂണറിലാണ് പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഫോർച്യൂണറിൽ മലയാറ്റൂർ പോകുന്നത്. ജോക്കുട്ടനുണ്ട്, പിന്നെ അമ്മച്ചി ഉണ്ട്, പിന്നെ ശുമിയുണ്ട്, പപ്പായ ഉണ്ട്, അമ്മി. അപ്പൊ ഗൈസ് ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ലുക്ക്, രണ്ടുപേരും കൂടി വരാനുണ്ട്. ഗൈസ്, ഞങ്ങളുടെ കാറിന്റെ ചില്ലയിൽ ഒരു ജീവി വന്നിരിക്കുന്നു. ഈ ജീവിയുടെ നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ ജീവിയുടെ പേരെന്ന് ഇപ്പൊ കമന്റ് ചെയ്യുവോ ഗൈസ്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എട്ടുകാലി എന്ന് പറയും. അപ്പൊ ഗൈസ് നമ്മള് മലയാറ്റൂർ എത്താറായിട്ടുണ്ട്. അവിടെ കാണുന്ന കുറച്ച് ലൈറ്റ്സ് ഇല്ലേ, അതാണ് നമ്മുടെ മല. നമ്മൾ കയറാൻ പോണ മല അതാണ്. പിന്നെ നമ്മള് ഇപ്പൊ തന്നെ എത്താറാവും, കുറച്ച് ദൂരം കൂടി. ഗൈസ് ഇത് താഴത്തെ പള്ളിയാണ്. താഴെ മലയാറ്റൂർ മലയുടെ താഴെയുള്ള പള്ളിയാണ്. ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും പോവാറ്. പക്ഷെ ഈ വർഷം ഞങ്ങൾ താമസിച്ചുകൊണ്ട് ഞങ്ങൾ കയറിയില്ല, നേരെ മലയിലോട്ട് പോയി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ നക്ഷത്ര തടാകം, സ്റ്റാർ ലേക്ക് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഗൈസ് നമ്മൾ മലയാറ്റൂർ എത്തി. നമ്മളിപ്പോ കാർ പാർക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മള് പാർക്ക് ചെയ്തതിനു ശേഷം നമ്മള് മേലോട്ട് കയറും. നമ്മുടെ കസിൻസ് കുറച്ച് പേര് വേറെ വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മള് മല കയറാൻ പോകുന്നത്. ഗൈസ് ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല, കാരണം പപ്പായ പറഞ്ഞു തിരിച്ചു വരുമ്പോ എന്തേലും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ. അതുകൊണ്ട് മല ഇറങ്ങി കഴിഞ്ഞ് എന്തേലും വാങ്ങിച്ചു തരാന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങിക്കാതെ നടന്നു. നമ്മൾ മല കയറാൻ പോവാണ്. ഒരു താമസിച്ചായി ചാലിലാണ് കയറാൻ പോവാണ്. നമ്മൾ ഇതുവരെയായിട്ട് ഒന്നാം സ്ഥലം എത്തിയില്ല, ഇനിയും കുറച്ചും കൂടി കയറാണ്ടെന്നാണ് അപ്പ പറഞ്ഞത്. പോവാം. അപ്പൊ ഗൈസ് ആദ്യം ഒന്നാം സ്ഥലം വരെ പാടായിരുന്നു കയറാൻ. ബാക്കി ഒന്നാം സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങള് വേഗം വേഗം കയറി. പിന്നെ ഞങ്ങള് തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും കത്തിക്കാനായിട്ട് സ്ഥലമുണ്ട്, അവിടെ കത്തിക്കാനായിട്ട് തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും ഞങ്ങള് തിരി കത്തിച്ചു. അങ്ങനെ നമ്മള് മൂന്നാം സ്ഥലം കഴിഞ്ഞിട്ട് നടക്കുകയാണ്. നമ്മൾ ഓരോ സ്ഥലം കഴിയുമ്പോഴും കുരിശിന് വരി ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ കുരിശിന് വരി ചൊല്ലി നമ്മള് 14 സ്ഥലം കഴിയുമ്പോഴാണ് നമ്മള് മേളിലെത്തുക. അപ്പൊ ഗൈസ് നമ്മൾ 10 സ്ഥലം കഴിഞ്ഞു. ഇനി നമുക്ക് മേളില് 14 സ്ഥലം കഴിഞ്ഞിട്ട് കാണാം. ഈ വീഡിയോ നമ്മള് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഒരുപാട് സമയം എടുക്കുന്നത് ഞങ്ങൾക്കും ബോറാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ മേലിലെത്തി. നമ്മൾ നേരത്തെ നമ്മൾ അരി കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ പൈസ ഇടാം. അങ്ങനെ ഗൈസ് നമ്മള് 14 സ്ഥലം
കഴിഞ്ഞ് നമ്മൾ മേളിലെത്തി. നമ്മൾ വീട്ടിൽ നിന്ന് വറുത്ത അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേർച്ചയിടാനായിട്ട്. നമുക്ക് നേർച്ച ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് കട്ടൻ ചായയും ബണ്ണും കഴിക്കാൻ പോവാം ഗൈസ്. അങ്ങനെ കുറെ പേര് നേർച്ച കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾക്ക് അപ്പം കിട്ടി നേർച്ചയായിട്ട്. ഗൈസ് ഇപ്പൊ നമ്മള് ചുക്ക് കാപ്പി കുടിക്കാൻ പോവാണ്. ചുക്ക് കാപ്പി, ഞങ്ങൾ ചുക്ക് കാപ്പി അല്ല, ഞങ്ങൾ ജ്യൂസാ കുടിക്കണേ. ഞങ്ങൾ ചുക്ക് കാപ്പി കുടിക്കില്ല, ഞങ്ങൾ ജ്യൂസ് കുടിക്കും. വലിയൊരു ചുക്ക് കാപ്പി. ദിസ് ഈസ് ആന കുത്തിയ പള്ളി. ആന കുത്തി പൊളിച്ചു. ചില്ലിക്കൊമ്പനായിരുന്നു ആന കേട്ടോ, അത് കാരണമാണ് കുത്തിക്കൊന്നത്. അല്ല, കുത്തിയത് ചില്ലിക്കൊമ്പനോ? ഗൈസ് ഇത് ഒരിക്കലും പറ്റാത്തൊരു കിണറാണ്. തോമസ് ലീഹയുടെ കാൽപാദം കാണാൻ പോവാം ഗൈസ്. കമോൺ. ഇതാണ് സ്വർണ്ണക്കുടി. ഗൈസ് ഞങ്ങള് എല്ലാ വർഷവും കോഴിക്കോട്ടെ ശനിയാഴ്ചയാണ് ഞങ്ങള് മല കയറാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോഴിക്കോട്ട ഉണ്ടായിക്കൊണ്ട് മലയുടെ മേളിൽ വന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കും. മല കയറി ക്ഷീണിച്ച് വിശന്ന് വന്നിരിക്കുമ്പോ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് കോഴിക്കോട്ട് തിന്നാൻ നല്ല രസമാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഉണ്ട കഴിച്ചു കഴിഞ്ഞു. കോഴിക്കോട്ട. ഇനി നമ്മൾ താഴേക്ക് പോകണം. നമുക്ക് തോമസ് ലീഹയുടെ കാൽപാദം കാണാൻ പോകാം. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ തോമസ് ലീഹയുടെ കാൽപാദം. വട്ടം വെച്ചേക്കണ കണ്ടില്ലേ, അതാണ് നമ്മുടെ തോമസ് ലീഹയുടെ കാൽപാദം. തോമസ് ലീഹ പാറയിൽ വന്നപ്പോൾ പാറയിൽ ആഞ്ഞു ചവിട്ടി, അപ്പോൾ അതിൻ്റെ പാട് വന്നു. തോമസ് ലീഹയുടെ കാൽപ്പാട്.
ഇതിന്റെ താഴേക്കൊക്കെ ഭയങ്കര കൊക്കയാണ്. ദൂരെ കാണുന്ന ആ ലൈറ്റ് ഇല്ലേ, ലൈറ്റ്, അവിടെ അതൊക്കെ ടൗണുകളാണ്. ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5-ാം സ്ഥലം എത്തി. 5-ാം സ്ഥലം. അമ്മച്ചീനെ നോക്കി നിൽക്കുകയാണ്. അവര് പയ്യെ വന്നെ അവര്. 11 മണിയായി. 11 മണി കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമ്മൾ താഴെ എത്തി. 11 മണിയായി. ഇനി നേരെ ബീച്ചിൽ പോവാ. കിടന്നുറങ്ങ. നാളെ ഓശാണ്, ഞായറാഴ്ച രാവിലെ. അങ്ങനെ ഞങ്ങള് താഴെ എത്തിയപ്പോ അപ്പായി ഞങ്ങക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. എല്ലാവർക്കും പല ഫ്ലേവർ ആയതുകൊണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കണല്ലോ എല്ലാവരുടെയും. അങ്ങനെ ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ നക്കി നോക്കി. പിന്നെ പോണ വഴിക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പായതുകൊണ്ട് ഞങ്ങളൊരു കടയിൽ കയറി പൊറോട്ടയും ചിക്കൻ 65 ഒക്കെ കഴിച്ചു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങള് വയറ് നിറഞ്ഞ ഉടനെ തന്നെ വണ്ടി കയറിയപ്പോ ബോധം കിട്ടുപോയി. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുമ്പോഴത്തേനും ബൈ.